ഇന്നിവിടെ ഞാൻ നാടൻ ഫിഷ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് 5 അയില എടുത്തിട്ടുണ്ട്. അത് രണ്ടായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ അയിലയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് തേങ്ങ, 2 ചെറിയ ഉള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 2 കഷ്ണം ചെറിയ കഷ്ണം 2 ഇഞ്ചി, ഒരു 3.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടിയൊക്കെ എരിവിന് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്തോ. ഇതെല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം. നന്നായി അരച്ചെടുക്കണം. അരച്ചത് നമുക്കൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അത് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അരിഞ്ഞു വെച്ച 3 പച്ചമുളക്, 2 കൊടംപുളിയുടെ പീസ്, കുറച്ച് വേപ്പില എന്നിവ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. തിളച്ചൊന്ന് കുറച്ച് വറ്റിയതിന് ശേഷം മീനിട്ട് കൊടുക്കാം. മീനിട്ട് കുറച്ച് നേരം ഒന്ന് ഇതിൽ കിടന്ന് വറ്റണം. ഇത് കറിയിൽ താളിക്കാൻ ആവശ്യമുള്ള ചെറിയ ഉള്ളി ഒരു 4-5 എണ്ണം ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് വേപ്പില. ഇപ്പോൾ കറി ഒന്ന് കുറച്ച് കുറുകി വരുന്നുണ്ട്. നമുക്ക് തീയൊന്ന് കുറച്ച് വയ്ക്കാം. നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും വേപ്പിലും നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ചെറിയൊരു ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. ഇത്ര മതിയാവും. നമുക്കിപ്പോൾ തീ ഓഫ് ചെയ്യാം. അതിലേക്ക് ഞാൻ കുറച്ചൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ കറിക്ക് നല്ല കളറ് കിട്ടാനും അതിൻ്റെ മുകളിൽ കറി നല്ല കളറിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് നമുക്കൊരു തിളപ്പിച്ചാൽ മതിയാവും. ഇനി അത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നാടൻ മീൻ കറി റെഡി ആയിട്ടുണ്ട്.